ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയൊരു റിവ്യൂയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ കാത്തിരുന്ന ആ ഒരു ഭാഗമായിട്ട് ഇനി വരാൻ പോണത്. അങ്ങനെ രാഹുൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ കോടതിക്ക് മനസ്സിലാവാണ് എല്ലാം ശുദ്ധ കള്ളത്തരാണെന്ന്. അതുകൊണ്ട് തന്നെ സരിയൂനെ പ്രതിക്കൂട്ടി നിർത്തി വിചാരണ ചെയ്യുന്ന ഭാഗത്തോടെയാണ് ഇന്നലത്തെ എപ്പിസോഡ് തീർന്നത്. സരിയൂനോട് ചോദിക്കേണ്ടത്, നിങ്ങളുടെ അച്ഛൻ ഇങ്ങനെ തെറ്റൊക്കെ ചെയ്തിട്ടുണ്ടോ ചോദിക്കുമ്പോൾ, എനിക്കറിയില്ല, എനിക്ക് എൻ്റെ അച്ഛനെ വല്ലാത്ത ഇഷ്ടമാണ്, അച്ഛൻ എല്ലാവരും കൂടി ചതിച്ചതാണ് എന്നൊക്കെ പറയാണ്. അപ്പോൾ സരിയു പറഞ്ഞതിൽ ഒരു വാല്യൂ ഇല്ലെന്ന് കോടതിക്ക് മനസ്സിലാവാണ്. രാഹുൽ തെറ്റുകാരനാണ്, കുറ്റക്കാരനാണെന്ന് മനസ്സിലാക്കുന്ന കോടതി രാഹുലിനെ റിമൈൻഡ് ചെയ്യാട്ടോ. അത് കേൾക്കുമ്പോഴേക്കും സരിയുക്ക് ആകെ ഷോക്കാവാണ്. ഇനി ഇവിടെ നിന്നിട്ട് ഒരു കാര്യമില്ല, എല്ലാവരും കൂടി എൻ്റെ അച്ഛനെ കുടുക്കി എനിക്ക് ഭ്രാന്ത് പിടിക്കുക എന്നുള്ള അവസ്ഥയിൽ സരിയു അവിടെ നിന്ന് ഇറങ്ങി പോവാട്ടോ. പക്ഷേ കിരണും ചന്ദ്രസേനും രൂപയും കല്യാണിയും ഒക്കെ തന്നെ അവിടെ തന്നെ നിൽക്കുകയാണ്, പുറത്ത് തന്നെ നിൽക്കുകയാണ് രാഹുലിനെ ജയിലിലേക്ക് കൊണ്ടുപോകുന്ന ഭാഗം കാണാനായിട്ട്. അപ്പോൾ എല്ലാവരും അങ്ങനെ കാത്തു നിൽക്കുന്ന സമയത്ത് പോലീസുകാരെല്ലാവരും കൂടി ചേർന്നിട്ട് രാഹുലിനെ കൊണ്ടുവരും കേട്ടോ. അതായത് സെൻട്രൽ ജയിലിലേക്ക് ഇടാൻ വേണ്ടി കൊണ്ടുവരുവാണ്. അങ്ങനെ രാഹുലിനെ കൊണ്ടുവരുമ്പോഴേക്ക് എസ് ഐ പറയുന്നുണ്ട്, കിരൺ സാറേ, ചന്ദ്രസേന സാറേ, നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനൊക്കെ ഉണ്ടാവുമല്ലോ, നിങ്ങൾ ബന്ധുക്കളാണല്ലോ, എന്തെങ്കിലുമൊക്കെ പറയാനുണ്ടെങ്കിൽ പറ. അല്ല, ജയിലിൽ കുറേ സുഹൃത്തുക്കളൊക്കെ കിട്ടിയിനി, അപ്പോൾ എന്തെങ്കിലുമൊക്കെ ഇതിനേക്കാളും കൂടുതലായിരിക്കും ഇനി പ്ലാൻ ചെയ്യാൻ പോണത്, അപ്പോൾ എന്തെങ്കിലും ഉപദേശം കൊടുക്കണമെങ്കിൽ ഉപദേശം കൊടുക്കുക സാറേ എന്ന് പറയാണ്. അത് താൻ പറഞ്ഞ വളരെ ശരിയാണ് കേട്ടോ, ഈ ഇവനെ ഉപദേശിക്കാൻ പറ്റിയ സമയം ഇത് തന്നെയാണ്. എടാ രാഹുലേ, നിനക്ക് അവിടെ ഒരുപാട് കൂട്ട് വരാൻ പോവാണ്. അവിടെ വിക്രമുണ്ട്, അതുപോലെ തന്നെ മഹാരാജ വിക്രമാദിത്യനുണ്ട്, പിന്നെ നമ്മുടെ ഗംഗപ്രസാദ് ഉണ്ട്, തമിഴ്നാട് ഇളക്കി മറിച്ച ഗുണ്ടയാണ് ഗംഗപ്രസാദ്. അപ്പോൾ അവരുടെ കൂടെ നിനക്ക് സുഖമായിരിക്കൂടാ, അവരുടെ ഒരു അച്ഛനായിട്ട് നീ അവിടെ ഇനി തുടർന്നോ എന്ന് പറയാണ്. കിരൺ പറയാണ്ട്, നിങ്ങളൊരു കാര്യം ചെയ്യും, നിങ്ങളിനിപ്പോൾ വേറെ പ്ലാൻ ചെയ്യേണ്ട, നിങ്ങൾ 3 പേരും കൂടി പ്ലാൻ ചെയ്തിട്ട് എങ്ങനെ ജയിലിൽ ചാടാമെന്നും എങ്ങനെ കിരണിനെയും കരണിനെയും ഇല്ലാതാക്കാം, ചന്ദ്രസേന രൂപേനെ എങ്ങനെ ഇല്ലാതാക്കാം, അതിനെക്കുറിച്ചൊക്കെ പ്ലാൻ ചെയ്യും. പിന്നെ പ്ലാൻ ചെയ്യുമ്പോൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം, ഇതുപോലെ കുഴിയിൽ ചാടുന്ന പ്ലാനൊന്നും ചെയ്യും കേട്ടോ, കുറച്ചിട്ട് ബുദ്ധിപരമായിട്ട് ചിന്തിക്കാങ്ങളെ, അല്ലെങ്കിൽ ബുദ്ധിപരമായിട്ട് ചിന്തിക്കാണ്ട് പുറത്തുനിന്ന് വേണമെങ്കിൽ ആളെ വിളിച്ചു എന്നൊക്കെ പറഞ്ഞ് കളിയാക്കണം. അങ്ങനെ കല്യാണിയും അതൊക്കെ കേട്ട് രൂപയും ചിരിക്കുന്നുണ്ട്. രൂപ പറയേണ്ടത്, എനിക്ക് നിങ്ങളുടെ മുഖത്ത് ഇപ്പോൾ കാർക്കിച്ച് തുപ്പണമെന്നുണ്ട്, പക്ഷേ ഇവിടെ എത്രയും പേര് മാധ്യമങ്ങൾക്കുള്ള ഒന്നും ചെയ്യാത്തത്, നിങ്ങളെപ്പോലത്തെ ഒരു ചേട്ടൻ ആർക്കും ഉണ്ടാവാതിരിക്കട്ടെ, നിങ്ങളൊക്കെ തന്നെയാണ് ഒരു കുടുംബം കലക്കണത്, ഇയാളെ കൊണ്ടുപോകും, ഇയാളെ മുഖം കാണുമ്പോൾ തന്നെ എനിക്ക് തല കറങ്ങുക എന്ന് പോലീസുകാരുടെ രൂപ പറയണം. അങ്ങനെ പോലീസുകാരെല്ലാവരും കൂടി ചേർത്തിട്ട് രാഹുലിനെ കൊണ്ടുപോകണ സമയത്തൊക്കെ രാഹുൽ തിരിഞ്ഞ് ഇവരെ തന്നെ നോക്കിക്കൊണ്ടിരിക്കുക കേട്ടോ. അങ്ങനെ രാഹുലിനെ ജയിലിലേക്ക് ഇടാണ്. രാഹുൽ വെള്ള ഡ്രസ്സൊക്കെ ഇട്ട് അങ്ങനെ ജയിലിൽ നിൽക്കുന്ന സമയത്ത് അതാ നിൻ്റെ സെല്ലെന്ന് പറഞ്ഞിട്ട് രാഹുലിനെ ഒരു സെല്ലിലേക്ക് കിടത്തുന്നുണ്ട്. ഒരു 9 മണിയാകുമ്പോഴേക്കും ഫുഡ് കൊടുത്തിട്ട് 9:30 ആകുമ്പോഴേക്കും ജോലിയിലേക്ക് പോകാൻ പറയുകയാണ്. അവിടെ കുറേ വാഴ വെക്കാനും മണ്ണ് വാരാനൊക്കെ കുറേ പണികളുണ്ടല്ലോ, ആ പണികളൊക്കെ ചെയ്യിപ്പിക്കാൻ വേണ്ടി രാഹുലിനെ വിളിക്കുന്നുണ്ട്. ഞാനൊന്നും വരത്തില്ലെന്ന് പറയുമ്പോൾ, നീ വന്നില്ലെങ്കിൽ നിന്നെ വരുത്താനായിട്ട് ഞങ്ങൾക്കറിയാം, ഇങ്ങോട്ട് വാടാ എന്ന് പറഞ്ഞ് വിളിക്കുകയാണ്. അങ്ങനെ രാഹുൽ അവരുടെ കൂടെ അങ്ങോട്ടേക്ക് പോകുമ്പോഴാണ് ഞെട്ടിക്കുന്ന കാഴ്ച രാഹുൽ കാണുന്നത്. വിക്രം ഇരുന്ന് വാഴ വെക്കാൻ വേണ്ടിയിട്ടുള്ള കുഴി എടുക്കുകയാണ്. ഗംഗപ്രസാദ് ആണെങ്കിൽ മണ്ണ് വാരി മാറ്റിയിടാണ്. ഇവരെ കാണുന്ന രാഹുൽ ഒന്ന് ഷോക്ക് ആവാട്ടോ. അപ്പോൾ ഇവർ ഇവിടെ തന്നെ ഉണ്ടല്ലേ എന്ന രീതിയിൽ, അപ്പോൾ ഒരുമിച്ചൊക്കെ കാണുകയൊക്കെ ചെയ്യാം എന്ന രീതിയിൽ രാഹുലിന് നല്ല സന്തോഷമാവുന്നുണ്ട്, ഷോക്കാവുന്നുണ്ട്. പിന്നെ വിക്രമാണെങ്കിൽ, ഗംഗേട്ട അത് നോക്കിക്കേത് പറയാണ്. ഗംഗപ്രസാദ്, അയ്യോ അങ്കിളെന്താ ഇവിടെ എന്ന് ചോദിക്കുന്നുണ്ട്. വിക്രം, ഒന്നും പറയണിടാ, അതൊരു വലിയ കഥയാണ്, നിങ്ങളെങ്ങനെയാണോ ഇവിടെ ആയത് അതുപോലെ തന്നെ ഞാനും ഇവിടെ ആയതെന്ന് പറയാണ്. ആ കിരണും കല്യാണിയും കാരണം ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയായല്ലോ. എടാ, കിരണും കല്യാണിയും മാത്രമല്ല, അവരുടെ കൂടെ എന്തോരം പേരുള്ളത്, അവർ മാത്രമാണെങ്കിൽ നമുക്ക് സിമ്പിളായിട്ട് ഒരു വീഴ്ത്തായിരുന്നു. എന്തായാലും എന്ത് പറയണ്ട, ഞാൻ കുടുങ്ങിപ്പോയി, എനിക്ക് പക്ഷേ വിഷമം, ജയിലിൽ കിടക്കും മരിക്കും എന്നൊക്കെ അറിഞ്ഞിട്ട് തന്നെയാണ് ഇതൊക്കെ ചെയ്തത്. പക്ഷേ എന്നെ ചതിച്ചത് ആരാന്നറിയാവോ? നിൻ്റെ അച്ഛൻ. പ്രകാശനോ എന്ന് വിക്രം ചോദിക്കുമ്പോൾ, അതെ, നിൻ്റെ അച്ഛൻ, എനിക്ക് വെച്ചുകൊളുമ്പി തരാം, എൻ്റെ കൂടെ നിൽക്കാമെന്നൊക്കെ പറഞ്ഞിട്ട് 2 ദിവസം എൻ്റെ കൂടെ വന്ന് നിന്നിട്ടേ എൻ്റെ പ്ലാനെല്ലാം മനസ്സിലാക്കി, അതാ കിരണിനെ കൊണ്ട് പറഞ്ഞു കൊടുത്തു. അപ്പം അയാളുടെ സ്വഭാവം മാറിയെന്ന് പറയണതൊക്കെ സത്യം തന്നെയാണല്ലേ? അതേടെ സത്യം തന്നെയാണ്. എനിക്കതിനെ പൂർണ്ണ വിശ്വാസമൊന്നും ഇല്ലായിരുന്നു, ഞാൻ അവരോട് എൻ്റെ പ്ലാനൊന്നും പറഞ്ഞില്ല. പക്ഷെ ഞാൻ വീട്ടിൽ നിന്ന് പുറപ്പെട്ടപ്പോൾ അവനും ഓട്ടോറിക്ഷ എൻ്റെ പുറകെ വന്നു. കിരണ്ണ വിളിച്ചു പറഞ്ഞു, എല്ലാന്നുണ്ടെങ്കിൽ ഇന്ന് ആ രൂപയുടെയും ചന്ദ്രസേൻ്റെ ശവങ്ങാനയുടെ ദിവസമായിരുന്നു. അയാളെ കൊണ്ട് വലിയ ശല്യമായാലോ, അയാൾക്ക് ഒറ്റ കാലല്ലേ അങ്കിളുള്ളൂ, ആ കാല തല്ലുപിടിച്ച് അയാളെ കൊന്നു കളഞ്ഞൂടെയായിരുന്നു നിങ്ങൾക്ക്. എങ്ങനെ കൊന്നു കളഞ്ഞൂടെ? അപ്പോഴേക്കും പോലീസുകാർ വന്നില്ലേ. എനിക്ക് ആദ്യം ഇപ്പോൾ ദേഷ്യം നിൻ്റെ അച്ഛനോടാ. അയാൾ എൻ്റെ അച്ഛനെന്ന് പറയണ്ട, അതാ കല്യാണിയുടെ അച്ഛനെന്ന് പറഞ്ഞാൽ മതി. ഇത്ര നാൾ എൻ്റെ അച്ഛൻ എന്ന് പറയുമ്പോൾ എനിക്ക് അഭിമാനമായിരുന്നു, പക്ഷെ ഇപ്പം എൻ്റെ അച്ഛനല്ലാതെ അത് കല്യാണിയുടെ അച്ഛനാ. എന്തായാലും അവൻ കാണോ ഈ അവസ്ഥയാണത്. ഗംഗപ്രസാദ് പറഞ്ഞിട്ട്, പോട്ടെ ഞങ്ങളെ, നമ്മൾ 3 പേരും ഇപ്പോഴുണ്ടല്ലോ, നമുക്ക് 3 പേരും കൂടി പ്ലാൻ ചെയ്തിട്ട് നമുക്ക് ഇവിടുന്ന് എങ്ങനെയൊക്കെ കടക്കാം എന്നൊക്കെ ഗംഗപ്രസാദിനെ പറഞ്ഞ് മനസ്സിലാക്കി അവർ 3
തരികിടയും കൂടി ഒന്നിക്കുമായിട്ട് ജയിലിൽ. അതേസമയം സരിയുവാണെങ്കിൽ ആകെ തകർന്ന അവസ്ഥയിൽ വീട്ടിലേക്ക് പോകുന്നുണ്ട്. സരിയു ആകെ പ്രാന്ത് പിടിച്ച അവസ്ഥയാണ്. പക്ഷെ ആര് ചോദിക്കണ്ട, മോളെ എന്ത് പറ്റി മോളെ നിനക്ക്, നീ ഇങ്ങനെയൊക്കെ കാണുമ്പോൾ എനിക്ക് വല്ലാതെ പേടിയാവുന്നു മോളെ, നിനക്ക് എന്താ മോളെ സംഭവിച്ചതെന്നൊക്കെ ചോദിക്കുമ്പോൾ സരിയു, എനിക്ക് പ്രാന്ത് മതിയായാലും നിനക്ക് എന്നെ കൊണ്ട് ജെല്ലിലിട്, എന്നെ കൊണ്ട് സെല്ലിലിട്, എന്നെ കൊണ്ട് ഷോക്ക് അടിപ്പിക്കുക, നിങ്ങൾക്ക് തൃപ്തിയാവട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് സരിയു പൊട്ടിത്തെറിക്കുകയാണ്. ഷാരി പറയുന്നുണ്ട്, എന്താ മോളെ എന്ത് പറ്റാ, നിങ്ങളുടെ ഭർത്താവുണ്ടല്ലോ, ഓ നിങ്ങൾക്ക് അയാളിപ്പോൾ ഭർത്താവെന്ന് പറയാൻ അഭിമാനമാണല്ലോ, അപമാനമാണ്. അതുകൊണ്ട് ഞാനൊരു കാര്യം പറഞ്ഞേക്കാം, നിങ്ങളുടെ ഭർത്താവിനെ ഇനി ഇങ്ങോട്ടേക്ക് വരാൻ പോണില്ല, അയാളെ ജയിലിലായി. സത്യമാണോ മോളെ നീ പറയണത്? അതെ, ഇന്ന് കോടതി കൂടുന്ന ദിവസം അത് ഞാൻ പറഞ്ഞില്ലേ, ഞാൻ വക്കീലിനൊക്കെ നല്ല വക്കീലിനെ തന്നെ വെച്ചതാ, പക്ഷെ തെളിവുകളൊക്കെ അച്ഛനെതിരായിരുന്നു, അച്ഛനിപ്പോൾ ജയിലില്ല. ഇനിയിപ്പോൾ നിങ്ങൾക്ക് സന്തോഷമായല്ലോ, നിങ്ങൾക്ക് തോന്നിയ പോലെ നിങ്ങൾക്ക് നടക്കാമല്ലോ. മോളെ ഞാനിവിടെ തോന്നിയ പോലെ നടക്കാറുണ്ടോ? നിനക്കും നിൻ്റെ മകൾക്കും നിൻ്റെ കുടുംബത്തിന് വേണ്ടിയില്ല ഞാൻ ജീവിച്ചിട്ടുള്ളത്, മതി നിർത്ത് എന്ന് പറഞ്ഞു. ഇനി ഒരു കാര്യം കൂടി എനിക്ക് അറിയാനുണ്ട്, അതും കൂടി അറിഞ്ഞിട്ട് വേണം എനിക്കൊരു തീരുമാനം എടുക്കാൻ. എന്താ മോളെ, എന്തൊക്കെയാണ് നീ പറയണത്? നിങ്ങൾ തന്നെ പറയേണ്ട കാര്യം എനിക്കില്ല എന്ന് സരിയു പറഞ്ഞിട്ട് സരിയു അവിടെ നിന്ന് പോകുക കേട്ടോ. ആകെ രൂപല്ല ഷാരിക്കും വളരെ ബുദ്ധിമുട്ടാവണം. അങ്ങനെ നമ്മുടെ സരിയുവിൻ്റെ മൊബൈലിലേക്ക് ഒരു കോൾ വരികയാണ്. ആ വസ്ത്രത്തിൻ്റെ ഒരാൾക്ക് പൈസ കൊടുത്തില്ല, അവിടെ മനോഹർ വന്നാൽ പറയണമെന്ന് പറഞ്ഞിട്ട് അയാൾ വിളിക്കുകയാണ്. മേഡം കഴിഞ്ഞ ദിവസം ഒരു ഫോട്ടോ കാണിച്ചില്ലേ, അയാൾ ഇവിടെ വരുവാണെങ്കിൽ പറയണമെന്ന് പറയില്ലേ, അയാളിപ്പോൾ ഒരു പെണ്ണായിട്ട് ഇവിടെ വന്നിട്ടുണ്ട് മേഡം എന്ന് പറയാണ്. ശരി, ഞാൻ ഇപ്പം തന്നെ വരാം, നിങ്ങൾ അവൾക്ക് ബില്ല് എങ്ങനെ കൊടുക്കാൻ പോകണമെങ്കിൽ ബില്ല് അത് ഇതെന്നൊക്കെ പറഞ്ഞ് എന്തെങ്കിലുമൊക്കെ ഒന്ന് ചെറിയ സ്ലോ ആക്കുന്ന പറയുന്നുണ്ട്. അങ്ങനെ സരിയു നേരെ ആ കടയിലേക്ക് പോവാണ്. കടയിലേക്കൊന്ന് പോകുന്ന സരിയു ആകെ ഞെട്ടിപ്പോവാട്ടോ. നോക്കുമ്പോഴേക്കും ഇതേ നമ്മുടെ മനോഹർ, ആ മരിയ എന്ന് പറഞ്ഞ പെണ്ണത് ഫ്ലാറ്റിൽ കണ്ട ആ മരിയ എന്ന് പറഞ്ഞ പെണ്ണായിട്ട് അവിടെ നിന്ന് അവരും അമേരിക്കയിൽ പോകാൻ പോവാണ്. അപ്പോൾ അത് അവരുടെ സംഭാഷണത്തിൽ നിന്ന് സരിയുവിനത് മനസ്സിലാവുന്നുണ്ട്. അവർ അമേരിക്കയിൽ പോകാനുള്ള തയ്യാറെടുപ്പിന് വേണ്ടി കുറച്ച് ഡ്രസ്സും കാര്യങ്ങളൊക്കെ എടുക്കാൻ വേണ്ടി ആ ഷോപ്പിലേക്ക് തന്നെ വന്നിരിക്കുകയാണ്. അതുമാത്രമല്ല സരിയുക്ക് ഡ്രസ്സ് എടുക്കാറില്ലേ, അതുപോലെ തന്നെ മനോഹർ തൊട്ടുരുമിയൊക്കെയാണ് മരിയയ്ക്ക് ഡ്രസ്സ് എടുത്ത് കൊടുക്കുന്നത് കേട്ടോ. അതിനുശേഷം പറഞ്ഞിട്ട് അമേരിക്കയിൽ പോകുമ്പോൾ മോൾ ഇതിട്ടാൽ മതി, ഞാൻ ഇതിടാമെന്നൊക്കെ പറഞ്ഞ് സംസാരിക്കുകയാണ്. സരിയുവിനെ കാര്യം മനസ്സിലായി. എല്ലാവരും പറഞ്ഞ സത്യം തന്നെയാണ്, മനോഹർ ലോകം ഉടായ്പാണ്, എല്ലാ പെണ്ണുങ്ങളും പറഞ്ഞ് പറ്റിക്കുന്ന ഒരാളാണെന്ന് മനസ്സിലാവുന്ന സരിയു. പക്ഷെ അവിടെ വെച്ച് ബഹളമൊന്നും ഉണ്ടാക്കുന്നില്ല. ഇയാൾ വീട്ടിൽ വരട്ടെ, ഇയാളെ കൊല പിടിക്കണം, ഇയാളുടെ ഒരു കുഞ്ഞെൻ്റെ കയ്യിലുണ്ട്, പക്ഷെ എങ്കിലും കുഴപ്പമില്ല, അതിനെ എൻ്റെ അമ്മ നോക്കിക്കോളും, എൻ്റെ അമ്മ എന്ന് പറഞ്ഞാൽ സ്ത്രീ നോക്കിക്കോളും, ഇയാളെ കൊന്ന് ജയിലിൽ പോയാലും കുഴപ്പമൊന്നുമില്ല എന്ന് സരിയു വിചാരിക്കുകയാണ്. അങ്ങനെ സരിയു ദേഷ്യത്തോടു കൂടി തന്നെ വീട്ടിലേക്ക് വരുവാണ്. പിന്നെ അറിയാൻ കഴിഞ്ഞ ഒരു കാര്യം എന്ന് പറഞ്ഞത് സരിയുവിന് വേറൊരു തിരിച്ചടി കൂടി വരാൻ പോകുന്നുണ്ട്. തിരിച്ചടി എന്ന് പറയാൻ പറ്റില്ല, മറ്റു പെണ്ണുങ്ങൾക്കൊക്കെ എനിക്ക് സന്തോഷമുള്ള കാര്യമാണ്, പക്ഷെ സരിയുവിനായതുകൊണ്ട് എങ്ങനെയാണെന്ന് അറിയില്ല. സരിയു ഇപ്പോൾ ഒരു കുഞ്ഞുണ്ടല്ലോ കൺമണി, അവൾക്കിപ്പോൾ 7-8 മാസമായി. ഇനിയിപ്പോൾ അടുത്ത കുഞ്ഞും കൂടി, അതായത് സരിയു പ്രഗ്നൻ്റ് ആവാൻ പോവുകയാണ് എന്ന രീതിയിൽ പറയുന്നുണ്ട്. അങ്ങനെയെങ്കിൽ സരിയുവിന് ഇനി മനോഹറിൻ്റെ കുഞ്ഞുങ്ങളെ പ്രസവിക്കാനുള്ള ഭാഗ്യം ഉണ്ടാവും. മനോഹറിന് ആദ്യമായിട്ടായിരിക്കും ഒരു ഭാര്യയിൽ നിന്ന് 2 കുഞ്ഞുങ്ങൾ ഉണ്ടാവുന്നത്. അപ്പോൾ ആ ഒരു ഭാഗം അവിടെ ഇരിക്കട്ടെ. നമ്മുടെ പ്രകാശനാണെങ്കിൽ അമ്പലത്തിൽ നിൽക്കുന്ന സമയത്ത് നമ്മുടെ പ്രകാശിൻ്റെ 3 പെൺമക്കൾ കാർത്തിക, കാദംബരി, കല്യാണി അമ്പലത്തിൽ തൊഴാൻ വരുവാണ്. പ്രകാശൻ ഇവരെ കാണുന്നത് മോടി മക്കളുടെ അടുത്തേക്ക് പോകുന്നുണ്ടെങ്കിലും അവർ മൈൻഡൊന്നും ചെയ്യുന്നില്ല. പ്രകാശൻ പണ്ട് മക്കളെ, എൻ്റെ മനസ്സിലിപ്പോൾ നിങ്ങൾ 3 പേര് മാത്രമേ ഉള്ളൂ, നോക്ക്, നിങ്ങൾ ഒരു പ്രാവശ്യമെങ്കിലും ഒരു ദിവസം നിങ്ങൾ എന്നെ അച്ഛനായിട്ട് അംഗീകരിച്ച ആ ദിവസം ആലോചിച്ച് ഞാൻ മരിക്കാൻ പോലും തയ്യാറാണ്. നിങ്ങൾ 3 മക്കളും എന്നോട് ഇവിടുന്ന് കൊളത്തിച്ചാടല്ലെങ്കിൽ ഇവിടുന്ന് മരിച്ചു കള എന്ന് നിങ്ങളിവിടുന്ന് ഞാനിവിടെ തീർന്നു എന്ന് നിങ്ങൾ പറയുകയാണെങ്കിൽ ഈ നിമിഷം ഈ അച്ഛൻ മരിക്കും. പക്ഷെ അതിനു മുമ്പ് ഈ അച്ഛന് ഒരു ആഗ്രഹമുണ്ട്, നിങ്ങൾ ഒരൊറ്റ പ്രാവശ്യം എന്നെ അച്ഛനായിട്ട് ഒന്ന് അംഗീകരിക്കണം എന്ന് പറയുമ്പോൾ കാർത്തികയും കാദംബരിയൊക്കെ പറയുന്നുണ്ട്, ഒരിക്കലും ഞങ്ങൾ ഇനി അച്ഛനായിട്ട് അംഗീകരിക്കില്ല. കാദംബരി ഞാൻ ചിലപ്പോൾ അച്ഛനായിട്ട് അംഗീകരിക്കും, കാരണം നിങ്ങൾ എന്നെ ഒരുപാട് ഇതാക്കിയിട്ടൊന്നുമില്ല, പക്ഷേ എൻ്റെ അനിയത്തിമാർ ദ്രോഹിച്ച നിങ്ങളെ ഞാൻ വെറുതെ വിടില്ല, നിങ്ങൾ എനിക്ക് ഇഷ്ടമല്ല എന്ന് കാദംബരി പറയാണ്. കല്യാണി മൈൻഡൊന്നും ചെയ്യുന്നില്ല. പക്ഷേ കല്യാണിക്ക് എവിടെയൊക്കെ ഒരു ചെറിയൊരു സ്നേഹവും ഇഷ്ടമൊക്കെ പ്രകാശിനോട് വരുന്നുണ്ട്. മുഖമൊക്കെ അങ്ങനെ കയറ്റി പിടിച്ചെങ്കിലും കല്യാണിക്ക് ഒരു ഇഷ്ടമൊക്കെ ഉണ്ട് കേട്ടോ പ്രകാശിനോട്. അത് പ്രകാശം കാണാൻ ഒരുപാട് നല്ല കാര്യങ്ങൾ ഈയിടെയായിട്ട് നടക്കുന്നുണ്ടല്ലോ. അതുകൊണ്ട് കാത്തിരുന്ന് കാണാം. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. മറ്റൊരു വീഡിയോ കാണാം ഫ്രണ്ട്സ്. ടേക്ക് കെയർ, ബൈ ബൈ.